പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ തങ്ങൾ പറഞ്ഞു കൊടുക്കണേ റസൂലേ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, നിങ്ങൾ പേടിച്ചു ഓടുന്നതായ മരണത്തിൻ്റെതാകുന്ന മുഖകമലമുണ്ടല്ലോ, ആ മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും നിങ്ങളതിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഉറപ്പാണ്, ഉറപ്പാ. ഒരാൾ പോലും മരണത്തിൽ നിന്ന് ഒഴിവാകുകയില്ല, ഒഴിവാകുകയില്ല. അസ്റായീൽ അലൈഹിസ്സലാമിൻ്റെ കരാള ഹസ്തങ്ങളിൽ ഞാൻ പിടിമുറുക്കില്ല എന്ന് അവകാശപ്പെടാൻ അഞ്ചങ്ങാടിയിലുള്ള ഒരു ഉമ്മ പ്രസവിച്ചതാകുന്ന കുട്ടിക്കും സാധ്യമല്ല. തീർച്ചയായും അസ്റായീൽ അലൈഹിസ്സലാം അവനെ പിടിക്കുക തന്നെ ചെയ്യും. ഉറപ്പാണ്, ഉറപ്പാ. ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും നീ ഓടി ഒളിക്കുന്നതാകുന്ന മരണത്തെ നീ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്, ഉറപ്പാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ, അതിശക്തമാകുന്ന ഇരുമ്പഴിക്കുള്ളിൽ അധിവസിച്ചാലും കടലിൻ്റെ ആഴിയിൽ പോയി നീ വസിച്ചാലും തീർച്ചയായും മരണത്തെ പുൽകുമേ, പുൽകുമേ. ഒരാൾ പോലും ഈ ലോകത്ത് മരണത്തെ പുൽകാതില്ല. അങ്ങനെ ബാക്കിയാകുമായിരുന്നെങ്കിൽ ആദരവായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് എന്നേക്കുമായി ബാക്കിയാകുമായിരുന്നു. ആ പ്രവാചകർ പോലും യാത്ര പറഞ്ഞില്ലയോ, വിട പറഞ്ഞില്ലയോ? ആ പരിശുദ്ധ പ്രവാചകർ പോലും വഫാത്തായി പോയില്ലയോ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, ആ പ്രവാചകൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾ എല്ലാവരും മരണത്തെ വരിച്ചില്ലയോ? അതുകൊണ്ട് മനുഷ്യ മാനവ, ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിയുന്നവരെ, എനിക്ക് മരണമില്ല എന്ന് വാദിക്കുന്നവരെ, തീർച്ചയായും മരണമുണ്ട് എന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും നീ അസ്റായീലിനെ കണ്ടുമുട്ടുന്നതാണ്, നീ മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമേ. ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. പിന്നീട് അദൃശ്യതയുടെ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കൊണ്ടുപോയ ആറടി മണ്ണാകുന്ന ഖബറെന്ന് പറയുന്ന ഭയാനകമാകുന്ന ലോകം മുന്നിൽ തുറക്കപ്പെടുകയാണ്. അവിടെ നിന്ന് മഹ്ശറയിലേക്ക് തളിക്കപ്പെടുകയാണ്, വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകപ്പെടുകയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ, അതെല്ലാം വ്യക്തമായി അടയാളപ്പെടുത്തുകയാണ്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഈ ദുനിയാവിൽ നീ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് വ്യക്തമായി അള്ളാഹു അറിയിച്ചു തരും, എല്ലാം പറഞ്ഞു തരും. അണുമണി തൂക്കം വ്യത്യാസമില്ലാതെ ഈ ദുനിയാവിൽ ചെയ്തിട്ടുള്ള സകല നന്മകളും തിന്മകളും ഒക്കെ അള്ളാഹു അടയാളപ്പെടുത്തി തരും. കുറച്ച് പേര് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ടിരിക്കോ, അല്ലെ എൻ്റെ പെടലി വിട്ടു ഒരു സൈഡിലോട്ട് തന്നെ നോക്കിയിരുന്നാൽ കുറച്ചൊരു ഇങ്ങോട്ട്, ഈ ഭാഗത്തോട്ട്, ഈ വെള്ളക്കസേരയ്ക്കകത്തോട്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ്. അങ്ങനെ വന്നിരുന്നു. നല്ല അനുസരണയുള്ള മോമിനികൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. കുറച്ചുപേരും കൂടെ പോരാ, ഇങ്ങോട്ട് പോരാ, ഇങ്ങോട്ടിരുന്നോ കുറച്ച് പേരും. എന്തായാലും ചോദ്യം ചോദിക്കത്തില്ല, ധൈര്യമായിട്ടിരിക്കുക. സ്കൂളിൽ പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെ കളി, പുറകിൽ പോയിരിക്കുകയുള്ളൂ. എന്നാൽ എവിടെയെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് കരുതി എപ്പോഴും ഇത് തന്നെ. ധൈര്യമായിട്ട് വന്നിരുന്നു. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഈ ലൈവിലുള്ളവരെ കറക്റ്റ് നോക്കാം, നിങ്ങളെ നോക്കാം, നേരെ നോക്കാമല്ലോ. ഒരുപാട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ടല്ലോ. അതുകൊണ്ടാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പോൾ മരണത്തിനെ തൊട്ട് ഒളിച്ചോടാൻ പറ്റൂല. എത്ര ഒളിച്ചോടിയാലും മരണത്തെ നമ്മൾ പുൽകും, ഉറപ്പാണ്. മരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നിങ്ങൾ നോക്ക്, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, മതനിർമ്മിതവാദികളാകുന്ന ആളുകളൊക്കെ ഇന്ന് വളരെ കൂടിയിരിക്കുന്ന കാലഘട്ടമാണല്ലോ.
അവരോടൊക്കെ ചോദിച്ചു നോക്കും, മരണമുണ്ടോ ഹാജിയാരെ? മരണമുണ്ട്. മരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും എന്തു പറയും? യുക്തിവാദികളാണെങ്കിൽ എന്തു പറയും? മരണമുണ്ട്. മരണത്തിന് ശേഷമുള്ള ജീവിതം ഉണ്ടോ ഇല്ലയോ അതിലാണ് അവർക്ക് സംശയം. അവർ പറയുന്നില്ല എന്ന് പറയുന്നത്. മരണാനന്തര ജീവിതത്തെ എതിർക്കും. മരണമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും മരണമുണ്ട്, ഉറപ്പാണ്, എല്ലാവരും സമ്മതിക്കും. കാരണം എന്താ? നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരണം ഇല്ല എന്ന് പറഞ്ഞ് നിലകൊള്ളുമ്പോൾ തന്നെ അത് പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അതൊക്കെ നേർക്ക് നേരെ കാണുകയാണ്. അതിന് ശേഷമുള്ള ജീവിതം അദൃശ്യ ലോകമാണ്. അതാണ് സുമ്മ യുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. പിന്നീട് വേറെ അദൃശ്യ ലോകത്തേക്കാണ് പിന്നീട് കൊണ്ടു. അതുകൊണ്ടാണ് ജനങ്ങൾക്കോ അങ്ങനെയൊന്നുമില്ല, ഖബറിൽ ഹിസാബൊന്നുമില്ല, മുങ്കറില്ല, നക്കീറില്ല, റഹ്മാൻ എന്ന മലക്കില്ല, അലൈഹി വസ്സലാം, അതൊന്നുമില്ല. വെറുതെ കെട്ടുകഥകളാണ്. ഇതൊക്കെ വെറുതെ ജൽപ്പനങ്ങളാണ്. ഉസ്താദുമാർ അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള പണികളാണ്, ആവശ്യമില്ലാത്തത് പറയുക എന്നൊക്കെ പറഞ്ഞ് വാറോലുകൾ ഉണ്ടാക്കുന്നത്. കാരണം എന്താ? അദൃശ്യ ലോകങ്ങളാണ്. ഈ അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. നമ്മൾ മുത്തഖീങ്ങളാകണമെങ്കിൽ എന്ത് വേണം? ഈ അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. എങ്കിലേ യഥാർത്ഥ മുത്തഖിയാകുകയുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ് യഥാർത്ഥ മുത്തഖിയാരാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവനാരാ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യ ലോകങ്ങളെ കൊണ്ട് പരിപൂർണമായി വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുത്തഖി എന്ന് വിശുദ്ധമായ ഖുർആൻ. അഥവാ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മഹ്ശറയെക്കുറിച്ചുമൊക്കെ വ്യക്തമായി വിശ്വാസമുള്ളവർക്ക് മാത്രമേ മുത്തഖി എന്ന് പറയൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹുവിനെ കൊണ്ട്, അമ്പിയാക്കളെ കൊണ്ട്. ഇവരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. മലായിക്കത്തുകളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇതൊക്കെ ഉണ്ട് എന്ന് കളവ് പറയാത്ത പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് നമുക്ക് പറഞ്ഞു തന്നപ്പോൾ, ആ പ്രവാചകർ പഠിപ്പിച്ചത് അവിടുത്തെ ശേഷമുള്ള സ്വഹാബത്ത് പറഞ്ഞു തന്നപ്പോൾ, അതിനുശേഷമുള്ള താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അയിമ്മത്തുകൾ, ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ അത് പരിപൂർണമായി വിശ്വസിച്ചു നമ്മൾ. അങ്ങനെ നിലകൊള്ളുന്നവരാണ് വലിയ ഉന്നത പദവിയിലെത്തുക. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിപൂർണമായി വിശ്വാസം മുറുകെ പിടിച്ചു പോവുക. ഒരു സെക്കൻഡ് വിശ്വാസത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ നിലകൊള്ളുക, എങ്കിൽ രക്ഷപ്പെട്ടു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആദരവായ പ്രവാചകർ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത് ഏതാണ് എന്ന് ബഹുമാനപ്പെട്ട ശഹ്ർ ബിൻ ഹൗശബ് റളിയല്ലാഹു തആല അൻഹു മഹദിയാകുന്ന ഉമ്മു സലമ ബീവിയോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യയാണ് ആര് പറയിൻ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. ഉറക്കെ പറയിൻ. ഉറക്കെ പറയിൻ. റളിയല്ലാഹു അൻഹ. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരല്ലേ, മുഅ്മിനീങ്ങളുടെ ഉമ്മയല്ലേ, ഉറക്കെ പറയണം. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല ഈമാൻ വരട്ടെ. മഹദിയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ ശഹ്ർ ബിൻ ഹൗശബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഉമ്മു സലമ ബീവിയോട് ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ മാതാവേ, മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി,
ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന പ്രാർത്ഥന ഏതാണ്? ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉടനെ പറയുകയാണ്, ലോകത്തിന് പഠിപ്പിച്ച് നൽകുകയാണ്, കാന അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അല്ലാഹ്, എൻ്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്, ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധികമായിട്ടുള്ള പ്രാർത്ഥന ഇതായിരുന്നു. എൻ്റെ അടുക്കലുള്ളപ്പോഴൊക്കെ എന്ന് വഹദിയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. എന്താ ദുആ? ദുആരുന്ന എല്ലാവരും യാ മുഖല്ലിബൽ ഖുലൂബി പറഞ്ഞ എല്ലാവരും. ഇന്ന് മഴ നനഞ്ഞ് കോഴിക്കുഞ്ഞിനെ പോലെ ഇരിക്കുക, തണുത്ത് കുറച്ചൊക്കെ പറയാം. യാ മുഖല്ലിബൽ ഖുലൂബി. ഷിയാബിൻ്റെ ഒച്ച കേൾക്കുന്നില്ല, ഉറക്കെ പറയണം. അഴീക്കോടി ഷിയാബ് തിരുതാട ഒച്ച കേൾപ്പിക്കും ഉറക്കായിട്ട്. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹ്, നല്ല സൂപ്പർ ദുആയ. ഇനി മുതൽ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ വേണ്ട ഒരു ദുആ. ഇതാരാ ദുആ ഇറക്കുന്നത്? ആരാ ദുആ ചെയ്യുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇതിൻ്റെ അർത്ഥം? ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. പരിശുദ്ധമായ ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതാകുന്ന പരിശുദ്ധ പ്രവാചകർ പോലും ഈ ദുആ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഉമ്മത്ത് മറക്കാതെ 5 നേരവും ദുആ ചെയ്യേണ്ടതാ. കാരണം ഈമാൻ ഏത് നിമിഷവും തെറ്റിപ്പോകാം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ തിരിക്കുന്ന അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആദരവായ പ്രവാചകന്റെ ദുആ ആണിതെന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. തീർന്നില്ല. ശഹ്ർ ബിൻ ഹൗശബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും എന്നോട് പറഞ്ഞു, ഖുൽതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു പോയി. ആര്? നബിയുടെ ഭാര്യ ഉമ്മു സലമ ബീവിയുടെ അടുക്കൽ എപ്പോൾ വന്നാലും നബി ഏറ്റവും കൂടുതൽ ദ്വാരക്കുന്ന ഇതാ, അള്ളാഹു എൻ്റെ ഹൃദയങ്ങളെ തിരിക്കുന്ന നാഥ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് നബി എപ്പോഴും അധികമായി ദുആ ചെയ്യും. ഒരിക്കൽ ദ്വാരക്കുന്നതല്ല, അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വട്ടം ദ്വാരന്നിട്ടുണ്ടോ എന്നല്ല ഈ പറഞ്ഞത്, അധികമായി ദുആ ചെയ്യും. ഒന്നാമത്തത് ആരാണ് ദ്വാരക്കുന്നത് മനസ്സിലാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിൻ്റെ കട്ടയാൻ, ഈമാനിൻ്റെ കാതലാൻ. രണ്ടാമത്തത് ആ പ്രവാചകൻ ഒരു വട്ടമല്ല ദ്വാരുന്നത്, അധികമായി ദുആ ചെയ്യുന്നത് സ്വന്തം ഭാര്യ കേൾക്കാൻ. അതുകൊണ്ട് തന്നെ ഭാര്യ ചോദിച്ചു, മാ അക്സറു ദുആഇക യാ റസൂലല്ലാഹ്, മാ അക്സറു ദുആഇക യാ ഹബീബല്ലാഹ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എന്തേ നബിതങ്ങളെ ഈ ദുആ തങ്ങൾ അധികമായി ദുആ ചെയ്യാനുള്ള കാരണം, ഹൃദയങ്ങളെ തിരിക്കുന്ന നാഥാ, എൻ്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ച് നിർത്തി തരണേ എന്ന് തങ്ങൾ അധികമായി ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാര്യയോട് പറയുകയാണ്, ഉമ്മു സലമ
ഇന്നഹു ലൈസ ആദമിയുൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ ഇദാ ശാഅ അഖാമ وإذا شاء أزاغ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാര്യയോട് പറയുകയാണ്, ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയുൻ, ലോകത്തൊരു മനുഷ്യരുമില്ല, ഈ ദുനിയാവിലുള്ളതാകുന്ന ആദം സന്തതികളാകുന്ന മുഴുവൻ ആളുകളും ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ. അവന്റെ ഹൃദയം പടച്ച റബ്ബിന്റെ അധീനതയിലാണ്, അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ്, അഥവാ പടച്ച റബ്ബിൻ്റെ അധീനതയിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് നൽകുന്നതാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് എടുത്തു കളയുന്നതാണ്. ഫമൻ ശാഅ അസാഗ വമൻ ശാഅ അഖാമ. ആർക്കാണോ ഹൃദയത്തിൽ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകണമെന്ന് ആഗ്രഹിക്കുന്നത്, നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, അവൻ്റെ ഈമാനിനെ അല്ലാഹു നിലനിർത്തുന്നതാണ്. ആരുടെ ഈമാനിനെയാണ് ഊരിക്കളയണമെന്ന് പടച്ച റബ്ബ് തീരുമാനിക്കുന്നത്, അവൻ സെക്കൻഡ് ബൈ സെക്കൻഡിൽ തെറ്റിച്ച് കളയുന്നതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ കൈകളിലാണ് ഹിദായത്തുള്ളത്. പടച്ച റബ്ബ് ഏത് സമയത്ത് വേണമെങ്കിലും തെറ്റിച്ച് കളയാം. അതുകൊണ്ട് പടച്ച റബ്ബിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, എന്ത്? എൻ്റെ ഈമാനിനെ തെറ്റിക്കല്ലേ അല്ലാ, എനിക്ക് നീ സ്ഥിരപ്പെടുത്തി താ അല്ലാ, മുഅ്മിനായി തന്നെ എന്നെ നീ നിലകൊള്ളിക്കുക അല്ലാ. ഇത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം പ്രിയപ്പെട്ട ഉമ്മു സലമ ഹബീബ് റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇതേതാ കാലഘട്ടം? 24ഉം 20ഉം വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാർ വരെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട്, ഞാൻ ഇന്നലെ കണ്ടതാകുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചത് മോശപ്പെട്ടതാകുന്ന വർത്തമാനങ്ങളാണ് എനിക്കുണ്ടായിത്തീർന്നത് എന്ന ചാനലുകളിൽ, ഇന്നത്തെ വൈകുന്നേരത്തതാകുന്ന ചാനലുകൾ പോലും കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന യുവാക്കളുള്ള യുക്തിവാദികളുള്ള കാലഘട്ടം. ചെറിയ മക്കൾ, 20-22 വയസ്സുള്ള മക്കൾ വന്നിട്ട് പറയാണ്, എന്ത്? ഞാൻ പഠിച്ചത് മതകലാലയത്തിൽ നിന്ന് മോശപ്പെട്ട വർത്തമാനമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ത്യൻ ആർമിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞു പോലും. അല്ലാ, ഇവിടെ ആരാ അങ്ങനെ പറയുന്നു? ഓനെ നമ്മൾ വിടാൻ നേർച്ചയാക്കിയിരിക്കുന്നു. വേഗം വയ്ക്കൂ, വേഗം വയ്ക്കൂ. ഇവിടെ ഇസ്ലാമിന് അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വേഗം വയ്ക്കോ, തൂക്കെടുത്ത് നാളെ തന്നെ പോകണം. വിടാൻ വേണ്ടി നമ്മൾ നേർച്ചയാക്കിയിരിക്കുന്നു. പോവോ? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇവിടെ ആരാ പോകണ്ടെന്ന് പറഞ്ഞത്? ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു മതവും അങ്ങനെ പറയുന്നില്ല. നമ്മുടെ മദ്രസകളൊക്കെ വ്യക്തമായി പരസ്യമായിട്ടാണ് ഇല്ലേ സ്ഥാപനങ്ങൾ കെട്ടിയിട്ട് പഠിപ്പിക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും വീട്ടിൻ്റെ അകത്തളത്തിരുന്ന് ഉസ്താദുമാർ മടിയിരുത്തിക്കൊണ്ട് ചൊല്ലിക്കൊടുക്കല്ല മദ്രസയിലൊക്കെ. ഇതാ മദ്രസ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 10,000-ൽ പരം സ്ഥാപനങ്ങളുണ്ട്, കെട്ടിടങ്ങളാണ്. ആ കെട്ടിടത്തിനുള്ളിൽ തുറസായ സ്ഥലത്ത് പരസ്യമായിട്ട് കുട്ടികൾക്ക് റാഹത്തായി ഖുർആനും അതുപോലെ തന്നെ കായികകളും താരീഖുകളും ദീനിയാത്തും ഫിഖ്ഹും കർമ്മശാസ്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. പരസ്യമായിട്ട് ആർക്കും വന്നിരുന്ന് കേൾക്കാം. അവിടെ CCTV ക്യാമറകളുണ്ട്, പരീക്ഷിക്കാം, പരിശോധിച്ച് നോക്കാം എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, പരിശോധിക്കട്ടെ. ഇല്ലെങ്കിൽ ക്യാമറകൾ ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്ന് നിർമ്മിച്ച് വെക്കട്ടെ, എന്നിട്ട് അവർ കേൾക്കട്ടെ. കേൾക്കുന്നവരൊക്കെ ദീനിലേക്ക് വരും. കാരണം എന്താ? ഇവിടെ പഠിപ്പിക്കുന്നതൊന്നും ഒരു തീവ്രവാദമോ ഭീകരവാദമോ ഒരു മോശപ്പെട്ട വർത്തമാനമോ അല്ല. ഒരു മതത്തെയും നമ്മൾ വ്രണപ്പെടുത്തുന്നില്ല, വ്രണപ്പെടുത്താൻ പറയുന്നുമില്ല. വ്രണപ്പെടുത്തവൻ ദീനിൽപ്പെട്ടവനല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ്യ. എന്താ അതിൻ്റെ അർത്ഥം? ആരെങ്കിലും തീവ്രവാദത്തിലേക്ക് ക്ഷണിച്ചാൽ അവൻ നമ്മളിൽ പെട്ടവനല്ല. ഹബീബ് റസൂലുള്ളാഹി ഇത് പഠിപ്പിക്കുന്ന ആദർശമാണ് മദ്രസ കലാലയം. അൽഹംദുലില്ലാ, മദ്രസകളൊക്കെ ഇന്നു മുതൽ തുറന്ന് ആരംഭിച്ചിട്ടുണ്ട് മിക്ക മദ്രസകളും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. മക്കൾക്ക് നിർബന്ധമായും ദീനീബോധം കൊടുക്കണം. നിർബന്ധമാണ്, നിർബന്ധമാണ്. ഇനിയുള്ള കാലത്ത് നിർബന്ധമാണ്.
ഇത്രയും കാലം നമ്മൾ ചെയ്തതുപോലെയല്ല. നമ്മൾ ഭൗതിക വിദ്യയ്ക്ക് ഒരു അല്പം കൂടി മാറ്റു കൊടുത്തു, അപ്പോൾ ദീൻ കുറഞ്ഞു പോകുന്നു എന്ന് ഭയപ്പെടണം നല്ലതുപോലെ. കാരണം എന്തുകൊണ്ട്? ഒരാൾ വിശ്വാസിയായി നിലകൊണ്ട് തന്നെ ബിദ്അത്തിലേക്ക് പോകുകയല്ല, മറിച്ച് അല്ല ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാ. അല്ല ഇല്ല, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയില്ല, മുഹമ്മദ് എന്ന് പറയുന്നവൻ 9ാം ക്ലാസ്സുള്ള പെണ്ണിനെ പ്രണയിച്ചുകൊണ്ട് നടന്നവനാണ് എന്നൊക്കെ ചാനലിൽ കയറിയിരുന്നു കൊണ്ട് ഇത്രയും കാലം മുസ്ലിം സമുദായത്തിലേതാകുന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് വെട്ടി വിഴുങ്ങി തടിച്ചു കൊഴുത്ത് ആളുകൾ പറയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മോശമല്ലേ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലേ? ഈ സമുദായത്തിൻ്റെതാകുന്ന ചോറും മുഴുവൻ നക്കിയിട്ട് ഇപ്പോൾ പറയുക എന്ത്, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി 6 വയസ്സുള്ള പെണ്ണിനെ പ്രണയിച്ച് നടന്നതാണ്. ചാനലിൽ ഇരുന്ന് പറയുക. ആഖിബത്ത് അള്ളാഹു സൂക്ഷിക്കട്ടെ, അള്ളാഹു ആഖിബത്ത് നന്നാക്കി കൊടുക്കട്ടെ. നമുക്കങ്ങനെ ദ്വാരക്കാവുള്ളൂ. നമ്മൾ ഒരാളെയും മോശം പറയുന്നില്ല. അള്ളാഹു ആഖിബത്ത് നന്നാക്കട്ടെ. വളരെ സൂക്ഷിക്കണം. എവിടെ എത്തിപ്പോയി നമ്മുടെ തലമുറ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ പരിശുദ്ധ പ്രവാചകൻ്റെ ഈ പ്രാർത്ഥന വളരെയേറെ ഉപയുക്തമാണ്. നബി തങ്ങൾ ദുആ ചെയ്തു, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അള്ളാഹുവേ എന്നെ ദീനിൽ അടിയുറച്ച് നിർത്തണേ മുഹമ്മദ് മുസ്തഫ. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യണം. അതിനുവേണ്ടി ഇത് ഞാൻ പറഞ്ഞത്. ഏതാ ദുആ? ഇന്നത് പഠിച്ചിട്ട് പോയാൽ മതി. ഹോംവർക്ക് എഴുതിക്കോ. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. ഇത്രയേ ഉള്ളൂ. സ്ത്രീകളെ ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെ ചായ ഉണ്ടോ നോക്കി അങ്ങോട്ട് വടക്കോട്ട് നോക്കിയിരിക്കുക. ചായ ഒന്നുമില്ല, ഇവിടെ നോക്കിയിരിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് പറഞ്ഞ എല്ലാവരും യാ മുഖല്ലിബൽ ഖുലൂബ്. എൻ്റെ അർത്ഥം എന്താ? ഹൃദയങ്ങളെ തിരിക്കുന്ന അള്ളാഹുവേ, സബ്ബിത് ഖൽബി എൻ്റെ ഹൃദയത്തെ നീ സ്ഥിരപ്പെടുത്തണേ അലാ ദീനിക നിൻ്റെ ദീനിൻ്റെ മേൽ. വളരെ ചെറിയ ദുആ. ഇത് നമുക്കിനി അറബി അറിയില്ല. അറബി തന്നെ ദുആരക്കല ഏറ്റവും നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെന്ന് അത് കാണാതെ പഠിക്കണം. നമ്മളെന്തിനാ പിന്നെ മോമിനാന്ന് പറഞ്ഞ് നിൽക്കുന്നത്? അതിന് ഭയങ്കര എഫക്റ്റീവ് ഉണ്ടാവും വാക്കിന് തന്നെ. ഇനി അറിയാത്തവർ ഇങ്ങനെ ദുആരക്ക, പടച്ചറബ്ബേ എന്നെ ദീനിൽ നീ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. ദുആ ചെയ്യണം, നിർബന്ധമാണത്, നിർബന്ധമാണത്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നിർബന്ധമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലയോ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا لا تزغ قلوبنا بعد إذ هديتنا. ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളെ നീ പിഴപ്പിച്ച് കളയല്ല അല്ലാ, ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, മോശപ്പെട്ട ആശയത്തിലേക്ക് കൊണ്ടുപോകല്ല അല്ലാ. അല്ല ഇല്ല എന്ന് പറയുന്ന യുക്തിവാദത്തിലേക്ക്, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക്, ലിബറലിസത്തിൻ്റെതാകുന്ന സ്വാതന്ത്ര്യത്വം വേണമെന്ന് വാദിക്കുന്നവരുടെ വർത്തമാനങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകല്ല അല്ലാ. ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഇതൊക്കെ പള്ളി ദ്വാരക്കുന്നുണ്ട് 5 വഖത്തിന് ശേഷം. നമ്മളെവിടെ ആമീൻ പറയുന്നു? നമ്മളപ്പോൾ ഓടുകയാണ്. അവിടെ ഇരുന്ന് ആമീൻ പറയുന്നു. സഹോദരങ്ങളെ, ചെറിയ കാര്യമല്ലല്ലോ. ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യുന്നത് മഹല്ലത്തുകളിൽ ആർക്ക് വേണ്ടി? ആ നാട്ടിലുള്ളവർക്ക് ഈമാൻ നിലനിർത്തുന്നതിന് വേണ്ടിയും ആത്മീയമാകുന്ന ഉയർച്ചയ്ക്ക് വേണ്ടിയും ഭൗതികപരമാകുന്ന ഉയർച്ചയ്ക്ക് വേണ്ടിയും ദുനിയാവിലും ആഖിറത്തിനും പരിപൂർണമായി വിജയം കൊയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഓരോ മഹല്ലത്തിലെ ഇമാമീങ്ങളും 5 വഖത്തിന് ശേഷം അവിടെ ദുആ രക്കുന്നത്. അപ്പോൾ ഇമാം എന്തോ ഇമാമിൻ്റെ വീട്ടുകാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിറങ്ങി പോവുക. കാര്യമായിട്ട് ഫ്രണ്ട് സഫി ഇരിപ്പുണ്ട്, എന്നിട്ട് വേഗം ഇറങ്ങി പോവുക. എന്ത് കാര്യത്തിൽ? എനിക്ക് ഉസ്താദന്മാരോട് അറിയാനുള്ള വേഗം ദുആ ചുരുക്കിയേക്കണം. വേറെ ജോലിയൊന്നുമില്ല. ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു? ഇവർ ഈ ദ്വാരക്കാൻ 10 മിനിറ്റും 5 മിനിറ്റും ഒക്കെ കഷ്ടപ്പെട്ടിരുന്ന് ദ്വാരക്ക. അതിൽ 1-2 പ്രായം ചെന്ന ആളുകൾ അവിടെ ഇരുന്ന് ആമീൻ പിടിക്കുന്നുണ്ട്. അവർക്കത് അൽഹംദുലില്ലാ വളരെ ഖൈറും കിട്ടുന്നുണ്ട്, വളരെ സന്തോഷം കിട്ടുന്നുണ്ട്. അവരുടെ ജീവിതമൊക്കെ നിങ്ങൾ എടുത്തു നോക്ക്. ആ ദിക്റിലും ദുആയിലും ഭാഗവാക്കായി സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകുന്ന സ്വാലിഹീങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ വളരെ റാഹത്താണ്. ഈ ധൃതി പിടിച്ചിട്ട് ബിസിനസ് എന്ന് പറഞ്ഞ് ഓടുന്നവനൊക്കെ ഇടങ്ങേറും കൊടിയും കുത്തുമായിരിക്കും. ഒരു 5 മിനിറ്റ് കൂടി ക്ഷമിച്ചിരുന്നൂടെ എന്നത് എത്ര പേര് ദുആ രക്കുന്നുണ്ട്, അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. പടച്ചറബിനോട് ഈമാൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നില്ല, ഉറപ്പ് തന്നെയാണ്. നമ്മുടെ വിഷയങ്ങൾ പോലും പറയുന്നില്ല.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബതും ഫസൗഫ യകൂനു ലിസാമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ തങ്ങൾ പറഞ്ഞു കൊടുക്കണേ റസൂലേ, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് പറയണേ. നിങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ അള്ളാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ ഹബീബേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം കഴിഞ്ഞ് ഓടുന്ന സമൂഹമേ, പ്രാർത്ഥിക്കണേ, പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യു ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ്, അല്ലാഹു ഏറ്റവും കൂടുതൽ ഉത്തരം ചെയ്യുന്നതായ, ഏറ്റവും കൂടുതൽ കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നതായ പ്രാർത്ഥന ഏതാണ് റസൂലേ, പറഞ്ഞു തരുമോ ഹബീബേ? ഒരുപാട് ഉമ്മമാർക്കുള്ള വിഷയമാണ്. കൊടുങ്ങല്ലൂരിലുള്ളതാകുന്ന അഞ്ചങ്ങാടിയിലുള്ള സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. ഉസ്താദേ, ഞാൻ ദുആ ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറയുന്നവരെ, ദുആ ചെയ്യാൻ ചില സമയങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്, ചില ദിവസങ്ങളുണ്ട്, ചില മാസങ്ങളുണ്ട്. അത് ഗൗനിക്കണേ, ശ്രദ്ധിക്കണേ. ആദരവായ പ്രവാചകരോട് അനുയായി ചോദിക്കുകയാണ്, അല്ലാഹു ഉത്തരം നൽകാൻ ഏറ്റവും ഉപയുക്തമാകുന്ന സമയമേതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് രണ്ട് സമയങ്ങളെ ശ്രദ്ധിക്കണേ. ജൗഫുൽ ലൈൽ വദുബരി കുല്ലി സ്വലാത്തിൻ മഫ്റൂള. പാതിരാത്രി സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നതായ സഹോദരനുണ്ടോ? തഹജ്ജുദിന് എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട്, അല്ലാ എൻ്റെ ജീവിതം ഇതാ വഴിമുട്ടിയിരിക്കുകയാണ്, അല്ലാ കടമ്പേറി ജീവിക്കുന്നവനാണ്, ദാരിദ്ര്യത്തിൽ അമർന്നു പോയിരിക്കുകയാണ്, ബിസിനസ്സുകൾ താറുമാറായിരിക്കുകയാണ്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടതാകുന്ന സ്ഥിതിയാണ്. എനിക്ക് ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. നിന്നിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് കൈകൾ ഉയർത്താൻ ഞാനില്ല റബ്ബേ. നീയാണ് എൻ്റെ സംരക്ഷകൻ, നീയാണ് എൻ്റെ സർവാധിപതി അല്ലാ എന്ന പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രിയിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ടോ? അർദ്ധരാത്രി പിന്നിട്ട സമയത്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരുണ്ടോ? ഇജാബത്താണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വദുബിരി കുല്ലി സ്വലാത്തിൻ മഫ്റൂള. 5 വഖത്ത് നമസ്കാരം, ഫർളായ നിസ്കാരങ്ങൾക്ക് പിന്നിലുള്ള പ്രാർത്ഥന ഇജാബത്താണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കേവലം ഉസ്താദും 2-3 പ്രായം ചെന്നതാകുന്ന കാക്കാമാർക്ക് മാത്രമുള്ളതാണ് ഈ ദുആ എന്ന് കരുതിക്കൊണ്ട് എഴുന്നേറ്റ് പോകുന്ന മുസ്ലിമേ, നീ കപട വിശ്വാസിയാണ്, നീ യഥാർത്ഥ മുഅ്മിനല്ല. നീ പരിശുദ്ധ പ്രവാചകന്റെ വാക്കുകളെ തിരസ്കരിച്ചവനാണ്, അവഗണിച്ചവനാണ്. നമസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ. ഇജാബത്താണ്, ഉത്തരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചോദിച്ചു നോക്ക്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എന്ത് ദുആ നിർബന്ധമാണ്, എന്ത് ചോദിക്കണം? ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പടച്ച റബ്ബ് ഈമാൻ തെറ്റിച്ച് കളയല്ലേ, അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കണം. മുഅ്മിനായിട്ടല്ലാതെ മരിക്കരുത് ഈ ലോകത്തുനിന്ന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ശ്രദ്ധിക്ക്. അതുകൊണ്ടാണ് 5 വഖത്ത് നിസ്കാരത്തിലും നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ? ഹിദായത്താണ്. അല്ലാഹു വേറൊന്നും ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്ക്, 5 വഖത്ത് നിസ്കാരം, സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, എത്ര റക്അത്തുണ്ട്? നാളെ പറയാം. എത്ര റക്അത്തുണ്ട്? 17 റക്അത്ത്. ഈ 17 റക്അത്തുകളിൽ എല്ലാ നിസ്കാരത്തിലും ഓരോ റക്അത്തിലും എന്ത് വേണം? ഫാത്തിഹ നിർബന്ധമായിട്ട് ഓതണം. ഷാഫി മദ്ഹബാണെ പറയും വേണ്ട, ഇമാമും ഓതണം, മഅ്മൂമും ഓതണം. മഅ്മൂം എന്ന് പറഞ്ഞാൽ പിന്തുടർന്നവർ,
നേരത്തെ തന്നെ ഇമാമിനോടൊപ്പം തുടർന്നവനാണല്ലോ മഅ്മൂമ്. എന്തെല്ലാം മസ്ബൂക്കല്ല, അത് പിന്തി തുടർന്നവനാണ്. ഇപ്പോൾ ഇമാമ് റുക്കുയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവരോട് ഓടി വന്ന് അയാൾ ഫാത്തിഹ ഓതണ്ട, അയാൾ വേഗം റുക്കുയിൽ തന്നെ വന്ന് കൈ കെട്ടി റുക്കുയിലേക്ക് വന്നു. സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി എന്ന് ഒറ്റ പ്രാവശ്യം പറയലോടുകൂടി ആ റക്അത്ത് കിട്ടും അല്ലേ? അയാളല്ല, നേരത്തെ തുടർന്നവനാണ് മഅ്മൂം എന്ന് പറയുക. അതൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച ഒന്നുകൂടി ഓർമ്മ പുതുക്കി കൊണ്ടുവരികയാണ്. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ അവനും എന്തോ ഓതണം? ഫാത്തിഹ ഓതണം. അഥവാ നമ്മൾ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ പോലും എന്തോ ഓതണം? ഇമാമും പിന്തുടർന്ന് നിൽക്കുന്നവരും ഫാത്തിഹ ഓതണം. അല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ റമദാനക്കാരൊക്കെ പോയിട്ടുണ്ട് സാർ, ഏകദേശം കാര്യം തീരുമാനമായി. ഇതൊന്നും ഓതണ്ടെന്ന് കരുതിയിട്ടാണ് പള്ളിയിൽ പോയത് തന്നെ. ഫാത്തിഹ ഓതണം. അല്ലാഹ്, ഷാഫി മദ്ഹബിൽ നിർബന്ധമായിട്ട് ഓതണം, നിസ്കാരം കിട്ടത്തില്ല. സൂറത്ത് ഓതിയില്ലെങ്കിൽ എന്ത് വേണ്ട? ഫാത്തിഹ ഓതണം. ഈ 5 വഖത്ത് നിസ്കാരത്തിൽ, ഫർളായ നിസ്കാരത്തിൽ എന്തായാലും വേണം, ഇവിടെ വേണം, ശ്രദ്ധിക്ക്. ഫർളായ നിസ്കാരത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ ഓതുന്നതാണ്. 17 റക്അത്താണ് 5 വഖത്ത് നിസ്കാരത്തിലൂടെ ഒരു ദിവസം ഉള്ളത്. ഈ 17 റക്അത്തിലും എന്തുണ്ട്? ഫാത്തിഹ ഉണ്ട്. 17 റക്അത്തിലും ഉണ്ട്. ഈ ഫാത്തിഹയ്ക്കൽ ആകെ ഉള്ള അതിലുള്ള ഒരു ദുആ ആണിത്. ഫാത്തിഹ സൂറത്തിൽ ഒറ്റ ദുആയേ ഉള്ളൂ അതിൻ്റെ ആയത്തുകൾക്കിടയിൽ. ഏതാണത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ദുആആണത്. നമ്മൾ ഓതി നോക്കുവാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين റബ്ബി ഗഫിർലി ആമീൻ. ആകെയുള്ള ദുആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തുടങ്ങുന്ന ദുആയാണ്. വേറെ ഒന്നും ദുആ ഇല്ല. ബാക്കിയൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തുകയും മറ്റു വിഷയങ്ങളും ഒക്കെയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ, അഥവാ ഹിദായത്ത് തരണേ അല്ലാന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം എത്ര വട്ടം ചോദിക്കുന്നുണ്ട് ഇത്? നിങ്ങൾ തന്നെ പറയാം, എത്ര വട്ടം? 17 തവണ. ചിന്തിക്കാൻ വേണ്ടി പറയാം. ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ. ചെറിയ കാര്യമല്ല എന്നർത്ഥം. ഈമാൻ തെറ്റിപ്പോന്ന്. അപ്പോൾ നിസ്കരിക്കാത്ത ഹൈവാന്മാരപ്പോൾ ഈമാൻ തെറ്റുമെന്നർത്ഥം. അതായി പറഞ്ഞത്. അങ്ങനെ തെറ്റിപ്പോവും. നിസ്കരിക്കുന്നവരൊക്കെ എന്ത് കിട്ടുള്ളൂ? പറയും, നിങ്ങൾ തന്നെ പറയും, ഹിദായത്ത് കിട്ടുള്ളൂ. നിസ്കരിക്കാത്ത സ്ഥാപനത്തിലേക്ക് എന്നിട്ട് അവിടെ ഇവിടെ കറങ്ങി കഞ്ചാവ് അടിച്ചൊക്കെ സൈഡിൽ കൂടെ കറങ്ങി നടന്നാൽ അവസാനം ഇതുണ്ടാവൂല. എന്തുണ്ടാവൂല? ഹിദായത്തുണ്ടാവൂല. നിസ്കരിക്കണം. 5 വഖത്ത് നിസ്കാരം നിർബന്ധാൻ. അതിൽ നമ്മൾ ചോദിക്കും, മനസ്സറിഞ്ഞ് ചോദിക്കണം. നിസ്കരിച്ചുകൊണ്ട് മാത്രമായില്ല, മനസ്സറിഞ്ഞ് ചോദിക്കണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ദുആണ്. ഹിദായത്ത് തരണേ അല്ലാഹ്. ഇനി വേണം ഒന്നുകൂടി പറഞ്ഞുതരാം. ഫാത്തിഹ സൂറത്തിന് 13 നാമങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന അൻവാറുത്ത് തൻസീരി വ അസ്റാറുത്ത് തഅ്വീൽ എന്ന തഫ്സീർ ബൈളാവിയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇരിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അറിയാം ആ കിതാബ്. അവരൊക്കെ അത് ഓതുകയും ഓദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. ആ തഫ്സീർ ബൈളാവിയുടെ ആമുഖത്തിൽ ഫാത്തിഹ സൂറത്തിൻ്റെ തുടക്കത്തിൽ 13 നാമങ്ങൾ എണ്ണിയിട്ട് ഓരോ പേരുകൾ പറയുന്നുണ്ട്. ഫാത്തിഹയ്ക്ക് പേര് ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയുന്നുണ്ട്. അതിലൊരു പേരാണ് അദ്ദേഹം പറഞ്ഞു സൂറത്തു ദുആഇ. ഈ സൂറത്തിന് എന്തുകൊണ്ട് പേരുണ്ട്? പ്രാർത്ഥനയുടെ സൂക്തം എന്ന് പേരുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആകെയുള്ള പ്രാർത്ഥന ഏതാ ഇതിനകത്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ സൂറത്തിന് തന്നെ പേരെന്ത് വെച്ചു? പ്രാർത്ഥനയുടെ സൂറത്ത്. പ്രാർത്ഥന ഇതാണ്. ഇത് ചോദിക്കാതെ പോകാൻ പറ്റൂല. കാരണം നിർബന്ധമാണ് നമുക്ക് നിസ്കാരം, നിർബന്ധമാണ് ഫാത്തിഹ ഓതണം എല്ലാ റക്അത്തുകളിലും. അപ്പോൾ ഒരു ദിവസം നമ്മൾ വേറെ ഒന്നും ചോദിച്ചില്ലെങ്കിലും എന്ത് ചോദിക്കൽ നിർബന്ധ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഹിദായത്ത് ചോദിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ദുആയും നിർബന്ധമല്ല, ദുആ ഇല്ല എന്നർത്ഥം ഒരു മോമിനിൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ ഉദാഹരണം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.
സുന്നത്തായ ദുആണ്. നീ ചെയ്തില്ലെന്ന് വെച്ചാൽ ആരും നിന്നെ തല്ലിക്കൊല്ലൂല, ഒരു പ്രശ്നം ഉണ്ടാവൂല, നിനക്കൊരു ശിക്ഷയും ഉണ്ടാവൂല. റബ്ബന ഹബ് മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലേ, നമുക്കറിയാവുന്ന ദുആണ്. ഇത് ചെയ്തില്ല എങ്കിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടെന്നല്ല, അത് ചെയ്യൽ സുന്നത്താണ്, അത് ഒഴിവാക്കിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല. മറിച്ച് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള ഫാത്തിഹയിൽ ഇത് ഒഴിവാക്കാൻ പറ്റൂല. കാരണം ഡെയിലി നീ അത് ഓതിയേ പറ്റൂ. ദിവസം 17 വട്ടമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഓതണം. പിന്നെ അതിന് മുമ്പ് ശേഷമുള്ള സുന്നത്തുകളൊക്കെ കൂട്ടുമ്പോൾ എത്രയാണ്. പിന്നെ നീ സുന്നത്ത് നിസ്കരിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടുകയാണെങ്കിൽ എണ്ണം ഒരുപാട്. 17 വട്ടം ഡെയിലി ചോദിച്ചേ മതിയാവും ഹിദായത്ത്. കാരണം ഇത് ചെറിയ കാര്യമല്ല. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടിരിക്കുന്ന ഒരു ചെറിയ പ്രകാശമാണിത്. എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോവാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ.